കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്ത് രാവിലെ 11:15 അമിത്ഷാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ബി.ജെ.പി ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന അമിത്ഷാ സംസ്ഥാന കോർ കമ്മിറ്റിയിലും വൈകിട്ട് നേതൃയോഗത്തിലും പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് അദ്ദേഹം മാർഗനിർദ്ദേശങ്ങളും നൽകും. വിവരങ്ങളുമായി MS വീണയും മനോജും ചേരുന്നുണ്ട്. ആദ്യം വീണയിലേക്ക് തന്നെ പോകാം. വീണ, എപ്പോഴാകും ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുക? ഒപ്പം നമുക്കറിയാം 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ് ഈ മുറജപം. അപ്പോൾ അതിന് അദ്ദേഹം ഒരു സാക്ഷിയാകുമ്പോൾ എങ്ങനെയാകും ഇതൊക്കെ നോക്കിക്കാണുക? ഒപ്പം അനന്തപുരിയുടെ മുഖം മാറ്റുന്ന ചില പ്രഖ്യാപനങ്ങൾ, ചില സസ്പെൻസ് കൂടി പ്രതീക്ഷിക്കാമോ അമിത്ഷായിൽ നിന്നും? വീണയിലേക്ക് എത്താം. നമുക്ക് അതിന് മുൻപ് മനോജിലേക്കൊന്ന് പോകണം. മനോജ്, എപ്പോഴാകും അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുക? കേരളം മുഴുവൻ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് മനോജ്. അമിത്ഷാ കേരളത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സസ്പെൻസ് എന്തൊക്കെയായിരിക്കും? ഒപ്പം ഈ അനന്തപുരിയുടെ മുഖം മാറ്റാൻ എന്തൊക്കെ രീതിയിലുള്ള ചർച്ചകളാകും ഇന്ന് BJP ജനപ്രതിനിധികളുമായി അദ്ദേഹം നടത്തുക? അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായോ? അശ്വതി, അല്പസമയത്തിനകം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യാത്ര തിരിക്കും. ഇപ്പോൾ ഹൈസിന്ത് ഹോട്ടലിലാണുള്ളത്. ഇതിന് മുന്നിലുള്ള ഗതാഗതമൊക്കെ തന്നെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഈ വാഹനത്തിലേക്ക് കയറും. ഈ വാഹന വ്യൂഹം ഇതുവഴി ഈ റോഡ് മാർഗം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും. എന്തായാലും അതിന് വേണ്ട അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് ശേഷം പങ്കെടുക്കുന്നത് BJPയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനത്തിലാണ്. ആ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൃത്യമായും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതായത് ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നെയാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ജനപ്രതിനിധികൾക്ക് നൽകുക. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേഷൻ ഭരണം, അത് അനന്തപുരിയുടെ ഈ തലസ്ഥാനത്തെ ഭരണം തന്നെ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായിരിക്കണം ആ മുന്നോട്ട് പോക്ക് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജനപ്രതിനിധികൾക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന് വേണ്ട വികസനത്തിനാവശ്യമായ പദ്ധതികൾ, അതിലൊരു സർപ്രൈസ് പദ്ധതികളടക്കം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നേരത്തെ തന്നെ BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരു വരവ് കൂടെയാണ്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നേതൃനിരയിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാനും അതിനുവേണ്ടിയാണ് നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. NDAയുടെ നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ നേതൃയോഗങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തകർക്കും നേതാക്കൾക്കും വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശവും അവർക്ക് വേണ്ട പ്രവർത്തനത്തിനുള്ള ഊർജ്ജവും നൽകുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ ഒരു സന്ദർശനം കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കൂടെയാണ്. കാരണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ അത് നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ വാഹന വ്യൂഹം അങ്ങനെ കിടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായും വാഹനം പോകേണ്ട മറ്റെല്ലാ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാക്കി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വാഹനത്തിലേക്ക് കയറും. അതിനുശേഷമാകും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുക. നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഓരോ ഘട്ടത്തിലും കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആയാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആയാലും സന്ദർശനം അത് ഓരോ തവണയും വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസവും ആ പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. കാരണം പദ്ധതി പ്രഖ്യാപനങ്ങളായാലും അതോടൊപ്പം തന്നെ മറ്റ് സമ്മേളനങ്ങളായാലും എല്ലാ തരത്തിലും വലിയൊരു പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിലിപ്പോൾ നിശ്ചയിച്ച പ്രകാരം ജനപ്രതിനിധികൾക്കുള്ള ഒരു സമ്മേളനമാണ് ഉച്ചയ്ക്ക് നടക്കുക. അതിനുശേഷം വൈകിട്ട് നടക്കുന്നതാണ് ഈ നേതൃയോഗം, NDAയുടെ നേതൃയോഗം. കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാഹന വ്യൂഹം ഇപ്പോൾ പുറപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാഹന വ്യൂഹത്തിലെ മുൻപിലായിട്ടുള്ള പൈലറ്റ് വാഹനം ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ വാഹന വ്യൂഹം മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം അത് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരം കൂടെയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനം അങ്ങനെ മുന്നോട്ട് വരികയാണ്. അദ്ദേഹം
ക്ഷേത്ര ദർശനത്തിനായി പോവുകയാണ്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതായത് ക്ഷേത്രം ദർശനത്തിന് വേണ്ടി അദ്ദേഹം ആ കേരളീയ വേഷത്തിൽ, അതായത് മലയാളികൾ എല്ലാ തവണയും പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയൊക്കെ കാണുമ്പോൾ അവർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഒരു വേഷമുണ്ട്. ആ വേഷത്തിൽ തന്നെയാണ് നമുക്കിപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാണാൻ സാധിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചുകയാണ്. അതിനുശേഷം ഈ ഒരു സമയമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്ന നാളുകളാണ്. ഈ നാളുകളിലൊക്കെ തന്നെ ഏറെ ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇന്ന് കേന്ദ്രമന്ത്രി ഈ ഒരു ദർശനം നടത്തുന്നത്. ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ആ വാഹന വ്യൂഹം ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ റോഡിലൂടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പോയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് 11:10 തന്നെ ഈ ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ദർശനം പൂർത്തിയാക്കി അദ്ദേഹം വീണ്ടും ഈ സ്ഥലത്തേക്ക് തന്നെ എത്തും. ഇവിടെ വന്ന് മറ്റ് മാറ്റങ്ങൾ വരുത്തിയ ശേഷം, അതായത് വസ്ത്രത്തിലും മറ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കരുതിയതിന് ശേഷമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പോവുക. അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ജനപ്രതിനിധികൾ അടക്കം നൽകുമെന്നുള്ളതാണ്. നമ്മളോടൊപ്പം BJP നേതാക്കൾ കൂടെ ചേർക്കുകയാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അത് പ്രവർത്തകരെ സംബന്ധിച്ചും നേതാക്കളെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വന്ന് അദ്ദേഹം തന്ന നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വളരെ കറക്റ്റായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ റിസൾട്ട്. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം തീർച്ചയായും സാധ്യമായിട്ടുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ തുടക്കം അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങും. തീർച്ചയായും BJP മുന്നോട്ട് പോകും. BJP കേരളത്തിൽ ഒരു അവഗണിക്കാൻ പറ്റാത്ത ശക്തിയായി വളരും. തീർച്ചയായും അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത് അത് തന്നെയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ സന്ദർശനം കാണുന്നത്. ഓരോ BJP പ്രവർത്തകർക്കും വളരെ ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമ്മേളനമായാലും നേതൃയോഗമായാലും എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളുണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. എങ്ങനെയാണ് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യേണ്ടത്, BJPയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകും. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുവാനും എല്ലാ ഭാഗങ്ങളിലേക്കും ഈ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള പദ്ധതികൾ അത് കേന്ദ്ര നേതൃത്വം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് BJPയുടെ കേന്ദ്ര നേതൃത്വം, അത് ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ തലത്തിലായിരിക്കും ഇനിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടത് അത് നമ്മൾ ഓരോ സംസ്ഥാനത്തിലും കണ്ടതാണ്. അതായത് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന ബംഗാളിലായാലും ത്രിപുരയിലായാലും ഒക്കെ പിന്നീടൊരു മാറ്റം വരുന്നത് BJPയുടെ ഈ ഒരു പ്രവർത്തനം തന്നെയാണ്. അത് കേരളത്തിലും ഇനി ഏറെക്കാലം മുന്നോട്ട് പോകേണ്ടതില്ല. കേരളത്തിലും ആ മാറ്റം കണ്ടു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രവർത്തനം ഇനിയും ശക്തിപ്പെടുത്തുവാൻ തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള സന്ദർശനത്തിന് ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. കേരളത്തിലെ BJPയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അതിൻ്റെ മികവിൻ്റെ വർഷമായി മാറുകയാണ്. 2026 തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP നേടിയ ആ ഒരു പശ്ചാത്തലത്തിലാണ് അമിത്ഷാ തലസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട പരിപാടികൾ ഇന്ന് ആരംഭിക്കുന്നു. രാവിലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് MS വീണ ചേരുന്നു. വീണ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പിന്നീട് തിരക്കിട്ട പാർട്ടി പരിപാടികളാണ്. സംസ്ഥാന നേതൃയോഗം, NDA യോഗം, കോർ കമ്മിറ്റി യോഗം, തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹം എത്തുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ വീണ. വിനോദ്, അല്പസമയങ്ങൾക്കകം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാത്ത് നിരവധി പേർ ഇവിടെ നിൽക്കുന്നുണ്ട്. ക്ഷേത്ര പരിസരം തീർത്തും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. നിരവധി പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹം ദർശനത്തോട് എത്തുന്നതുമായി ബന്ധപ്പെട്ട മുഴുവനായിട്ടുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി ക്ഷേത്ര ഭാരവാഹികളും കാത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ
കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. അദ്ദേഹം യാത്രാമധ്യേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാണ് ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ക്ഷേത്ര പരിസരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന മുറജപത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു കാലയളവിൽ തന്നെ, ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വാഹനങ്ങളായി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്, വടക്കേ നടയുടെ ഭാഗത്തേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പത്മനാഭസ്വാമിയെ കാണാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഓരോ വാഹനങ്ങളും, അകമ്പടി സേവിക്കുന്ന ഓരോ വാഹനങ്ങളും, ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിരവധി പ്രവർത്തകരും BJP പ്രവർത്തകരും ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മലയാളികളടക്കമുള്ളവരും ആഭ്യന്തരമന്ത്രിയെ ഒരു നോക്ക് കാണുവാനായി കാത്തു നിൽക്കുകയാണ്. ഓരോ വാഹനങ്ങളായി പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുരക്ഷാ വാഹനങ്ങൾ അദ്ദേഹം ഇവിടെ നിൽക്കുന്നവരെ കൈകൂപ്പി വണങ്ങിയതിന് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത്. ഉദ്യോഗസ്ഥർക്കൊക്കെ കൈയൊക്കെ കാണിച്ചതിന് ശേഷമാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം ക്ഷേത്ര കവാടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കും തന്നെ അദ്ദേഹം ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ദർശനത്തിനായി കയറും എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയൊരു സുരക്ഷാ സന്നാഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെത്തുന്നു, തിരുവനന്തപുരത്ത് എത്തുന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ അദ്ദേഹം ആദ്യം എത്തുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ നിരവധി ഭക്തരും BJP പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ച നിരവധി പേരുണ്ട്. അവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം കാത്തു നിന്നവരെ വണങ്ങിയതിന് ശേഷമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ അടക്കമുള്ളവരുണ്ട്. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ ശ്രീ പത്മനാഭനെ കണ്ട് വണങ്ങിയാണ് അദ്ദേഹം ഇന്നത്തെ മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നിരവധി ഭക്തരടക്കം ഇപ്പോഴും ഇവിടെയുണ്ട്. ശബരിമലയിലൊക്കെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരാണ്. അവർ ഇത്രയും സമയം കാത്തുനിന്നത് ഭാരതത്തിലെ ആഭ്യന്തരമന്ത്രിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം 15 മിനിറ്റിൽ കൂടുതൽ, അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുറജപം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആചാരപരമായ മുറജപം ചടങ്ങുകൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചടങ്ങുകൾ കൂടി അദ്ദേഹം വീക്ഷിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യങ്ങളും ആ ചടങ്ങുകളെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ ക്ഷേത്ര ഭാരവാഹികളും ബന്ധപ്പെട്ട അധികാരികളുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ക്ഷേത്രം മുഴുവനായി അദ്ദേഹം വീക്ഷിക്കുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുക. അദ്ദേഹത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് കേരളീയർ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ടുള്ള നമ്മൾ കാണുന്ന കേരളീയ വേഷം ധരിച്ച് തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കാത്തു നിന്നവർക്കൊക്കെ ഒരു പുഞ്ചിരി തൂകി അവരെ കൈകൂപ്പി വണങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ക്ഷേത്ര കവാടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദർശനത്തിനായി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയങ്ങളിൽ മാത്രം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഭക്തരെ കടത്തിവിടുന്നില്ല എങ്കിൽ പോലും രാവിലെ മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നതിനാൽ തന്നെ തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്തിന് മുന്നോടിയായി തന്നെ ഇവിടെ എത്തി എല്ലാ ഭക്തർക്കും ദർശനം നടത്തുവാനുള്ള അവസരം നൽകിയിരുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഗതാഗത കാര്യത്തിലുമായിരുന്നു കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. സുരക്ഷാ വലയത്തിലുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. തീർത്തും സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ക്ഷേത്ര പരിസരവും ഒക്കെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ദർശനത്തോടനുബന്ധിച്ച് ചില ക്രമീകരണങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വരുത്തിയിരുന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും വരുത്താതെ അവർക്ക് ദർശനത്തിനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഇപ്പോഴിത് അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിരവധി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേർ അദ്ദേഹത്തെ അനുഗമിച്ച് പോകുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം എത്തിയ നിരവധി സുരക്ഷാ വാഹനങ്ങളാണ് ഈ വടക്കേ നടയുടെ ഭാഗത്തായി നിർത്തി അദ്ദേഹം ദർശനത്തിനെത്തുന്നു
മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ ഭൂരിപക്ഷം, വലിയൊരു വിജയം അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്നതാണ്. ഒപ്പം തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. മാറാത്തതിനി മാറും എന്ന പ്രഖ്യാപനവുമായി BJP ദേശീയ നേതൃത്വത്തിന് പിന്നാലെ അത് ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടന്ന മികച്ച പ്രവർത്തനം അത് തലസ്ഥാനത്ത് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. BJP കോർപ്പറേഷനിൽ ഭരണം നേടിയിരിക്കുന്നു. VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ മേയർ പദവിയിലെത്തി പ്രവർത്തനം മികച്ച രീതിയിൽ തന്നെ ഭരണത്തിലേറിയ ആദ്യ നാളുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഓരോന്നും നടപ്പാക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഏറെ ആകാംക്ഷയോടുകൂടി മലയാളികൾ കാത്തിരിക്കുന്നതാണ്. അനന്തപുരിക്കായി അദ്ദേഹം എന്ത് തരത്തിലുള്ള ഒരു സസ്പെൻസ് തരത്തിലുള്ള എന്തൊരു പ്രഖ്യാപനമായിരിക്കും അദ്ദേഹം ഇനി അടുത്തത് നടത്തുക എന്നുള്ള കൗതുകമായി കാത്തു നിൽക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ദർശനത്തിന് ശേഷം അദ്ദേഹം മറ്റ് ഔദ്യോഗികപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ആദ്യമേ തന്നെ BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്. അതിന് മുന്നോടിയായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് പ്രധാനമന്ത്രിക്ക് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളവും BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളവും ഇരട്ടി മധുരം നൽകുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് ദർശനം നടത്തുകയാണ്. ഒപ്പം BJP പ്രവർത്തകരും ഒപ്പം തന്നെ ക്ഷേത്രത്തിലെ ഭാരവാഹികളും അനുഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരമണിക്കൂറോളം അദ്ദേഹം ഇവിടെ ദർശനം നടത്തും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാത്രമല്ല മുറജപ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരപരമായ ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതിനോടനുബന്ധിച്ച് അവസാനമായി നടക്കുന്ന ലക്ഷദ്വീപ് ചടങ്ങിന് ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ ആ ഒരു വിശിഷ്ടമായിട്ടുള്ള അതിപ്രാധാന്യമായിട്ടുള്ള ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാണക്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം തലസ്ഥാനത്ത് ഇന്നലെ രാത്രി എത്തിയിരുന്നു. ഇന്ന് രാവിലെ ഈ സമയം അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം BJPയുടെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കും. NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും കോർ കമ്മിറ്റി യോഗത്തിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും MS വീണ.